ഇത് നവംബർ 29 സാറ്റർഡേ വ്ലോഗാണ്. ഉച്ചയ്ക്ക് 1 മണി ആയപ്പോഴാണ് എല്ലാവർക്കും കൂടെ ഒന്ന് ഷോപ്പിങ്ങിന് പോകാൻ ഒരു കാരണമുണ്ട്. എന്നാലും പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി ഇറങ്ങിയത് സ്മാർട്ട് ബസാറിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് മേലോട്ട് കയറുന്നത് വരെ ഞങ്ങൾ എന്തിനാണ് വന്നെന്നുള്ള ഉദ്ദേശം ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്ന് എല്ലാം കൂടെ കണ്ടപ്പോൾ ഞങ്ങളല്ലാതായി മാറി. ശരിക്കും പറഞ്ഞാൽ സേഡി മൂസയിലെ ബിന്ദു പണിക്ക് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഓടുമ്പോൾ അതേ അവസ്ഥയായിരുന്നു കേട്ടോ. എല്ലാം കൂടെ എടുത്തുകൊണ്ട് ഓടാൻ തോന്നുന്നു. എന്നെക്കൂടി ആക്റ്റീവായിട്ട് അവളെ കൊണ്ട് പറ്റുന്ന സ്ഥലത്തു നിന്നൊക്കെ എല്ലാം നുള്ളിപ്പെറുക്കിയത് കൊണ്ട് പിന്നെ ട്രോളിയിൽ എടുത്ത് ഇരുത്തി ഒന്നിക്കൊണ്ടാണ് കേട്ടോ പോയത്. എന്നാലും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അതെ അവിടെ ഇരിക്കുന്നതിന് എന്നെ കൈ ചൂണ്ടി എന്നെ ദേഷ്യപ്പെടുന്നുണ്ടോ. പിന്നെ ഒരു ബോൾ വേണം എന്ന് പറഞ്ഞു. ആ ബോളും കൊണ്ട് ഓട്ടമായിരുന്നു. പിന്നെയും പിടിച്ച് ട്രോളിയിൽ. ഞങ്ങളുടെ ആഗമനോദ്ദേശം എന്തെന്നാൽ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചുമിടുക്കൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിനെ ഗിഫ്റ്റ് വാങ്ങാൻ വന്നത്. ഗിഫ്റ്റിനേക്കാൾ കൂടുതൽ ഞങ്ങൾ അവരവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ബിഗ് ബസാറായിരുന്നു. 15 വർഷം മുമ്പ് ഇവിടുത്തെ എസ്കലേറ്റർ എന്ന് പറഞ്ഞു വേണ്ട ഒരു അനുഭവം എനിക്കുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ഈ വഴി തിരിഞ്ഞ് നോക്കിയിട്ടേ ബോൾ എടുത്ത് വെച്ച് നടന്നു. അതിനെ എടുത്തു. പിന്നെ എൻ്റെ മുടി വെളുക്കുന്നത് മനസ്സിലാക്കിയിട്ട് അവൾ ഹെയർ കളർ എടുക്കുകയാണ്. അവസാനം ഇതെല്ലാം പിടിച്ചു വാങ്ങി അവിടെ അടുക്കി വെക്കേണ്ടി വന്നു. ബില്ലൊക്കെ പേ ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് ഷോപ്പിംഗ് കഴിയണം എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 മണിക്കൂറായി. ഒന്നിച്ച് പുറത്ത് പോയ ഒരു ഫോട്ടോ നിർബന്ധമാണല്ലോ. അങ്ങനെ ഒരു മിറർ സെൽഫി എടുത്തു. ഷോപ്പിങ്ങിന് ഇടയ്ക്ക് വിശപ്പറിഞ്ഞില്ല. കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു ആന തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. പിന്നെ അടുത്തുള്ള ചായക്കടയിൽ കയറി ചായയും കടിയൊക്കെ കഴിച്ചു. അന്നക്കുട്ടിക്ക് ഫുഡ് എടുത്തു. സനമോൾക്ക് ഇടയ്ക്ക് വിശന്നപ്പോൾ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തു. പിന്നെ വടയും വാങ്ങിക്കൊടുത്തു. അങ്ങനെ 5:30 ഞങ്ങൾ വീട്ടിലെത്തി.